ഇന്ന് നിഫ്റ്റി പോസിറ്റീവ് ക്ലോസ് ആണ്. സോ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,400 അബോവ് ആണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 200 EMA. സോ 200 EMAക്ക് അബോവ് ആണ് ആസ് ഓഫ് നൗ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് സിൻസ് ഫെബ്രുവരി. സോ ഫെബ്രുവരിയിൽ 200 EMAക്ക് മുകളിലായിരുന്നു. അതിനുശേഷം അഗെയിൻ ഇപ്പോഴാണ് ഈ ഒരു ലെവല് റീഗെയിൻ ചെയ്തിരിക്കുന്നത് നിഫ്റ്റി. സോ ഓവറോൾ പ്രൈവറ്റ് ബാങ്ക് പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു. മറ്റ് റിയാലിറ്റി സെക്ടറുകളും ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്നലെ പറഞ്ഞ ഇൻട്രാഡേ പിക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. സോ ഇന്നലത്തെ ഇൻട്രാഡേ പിക്സിൽ കോൺകോറിൽ മാത്രമാണ് നമ്മുടെ സെല്ലിംഗ് ലെവൽ ആക്റ്റീവ് ആയത് കണ്ടെയ്നർ കോർപ്പറേഷൻ. സോ കണ്ടെയ്നർ കോർപ്പറേഷന്റെ ലെവൽ പറഞ്ഞത് 484 ആയിരുന്നു സെല്ലിംഗ് ലെവൽ. ബൈങ് ലെവൽ ആക്റ്റീവ് ആയിട്ടില്ല. എക്സാക്ട്ലി ഈ ഒരു ട്രെൻഡ് ലൈൻ റിജക്ഷൻ ആയിരുന്നു കോൺകോറിൽ നിന്നുണ്ടായത്. 484 ബ്രേക്ക് ചെയ്തു, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, സെല്ലിംഗ് ടാർഗറ്റ് ആയ 480. മറ്റ് സ്റ്റോക്കുകൾ അംബുജ സിമെന്റ്സ് പറഞ്ഞിരുന്നു. സോ അംബുജ സിമെന്റ്സിന്റെ ചാർട്ട് നോക്കാം, 15 മിനിറ്റ്സ്. അംബുജ സിമെന്റ്സ് ക്ലിയർലി ഒരു സൈഡ് വേസ് മൂവ് ആയിരുന്നു. രണ്ട് ലെവലും ആക്റ്റീവ്, 445 ആക്റ്റീവ് അല്ലായിരുന്നു. സെല്ലിംഗ് ലെവൽ ആക്റ്റീവ് ആയെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. DLF. സോ DLF ലിമിറ്റഡ്. സോ DLFല് ബൈയിങ് ലെവൽ ആക്റ്റീവ് ആയി. സോ ബൈയിങ് ലെവൽ ആക്റ്റീവ് ആയെങ്കിൽ നമ്മുടെ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല. 680 ലെവൽ ബ്രേക്ക് ചെയ്തു. ഹൈ പോയത് 684 വരെയാണ്. 686 ആയിരുന്നു ടാർഗറ്റ് വരുന്നത്. APL ലിമിറ്റഡിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല. സോ APL ലിമിറ്റഡ് 835 ആണ് ബ്രേക്ക്ഔട്ട് ലെവൽ. ഹൈ പോയത് 840 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സ് ഹെൽത്ത്. മാക്സ് ഹെൽത്ത് 15 മിനിറ്റ് ചാർട്ട്. സോ മാക്സ് ഹെൽത്തിലും നമ്മുടെ ലെവൽ ആക്റ്റീവ് അല്ലായിരുന്നു. നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിന്റെ ഓർവ്യൂ നോക്കാം. സോ ഈ ഒരു സ്റ്റോക്കിന്റെ ഓർവ്യൂ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് പെർഫോമർ ആണ്. 30-day SMA ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട്. കമ്പനി വിത്ത് കറന്റ് TTM PE റേഷ്യോ ലെസ് ദാൻ 3 year, 5 year and 10 year. സോ PE റേഷ്യോ ലോ ആണ് ഈ ഒരു കമ്പനിയുടെ. സ്ട്രോങ് മൊമെന്റം ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ലോങ് ടൈം മൂവിംഗ് ആവറേജ്, 3 മൂവിംഗ് ആവറേജിനും എബോവ് ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഡിവിഡൻഡ് ഈൽഡ് ഹൈ ആണ്. ഹൈ മൊമെന്റം സ്കോർ ഉള്ള ഒരു കമ്പനിയും കൂടിയാണിത്. റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് 1 week and 1 month. ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. BV ഇംപ്രൂവ് ആവുന്നുണ്ട്. 0 പ്രൊമോട്ടർ പ്ലഡ്ജ് ആണ്. നിയർ 52-week ഹൈ. നെഗറ്റീവ് ടു പോസിറ്റീവ് ഗ്രോത്ത് ഇൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. സോ സ്ട്രോങ് പ്രൈസ് മൊമെന്റം ആണ്. RSI ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ്ത്. ഇതിന്റെ DVM സ്കോർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോസിറ്റീവ് സ്കോർ ആണ്. ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. സോ സ്ട്രോങ് പെർഫോമർ എന്നാണ് എഴുതിയിരിക്കുന്നത്. വാല്യുവേഷൻ ഒരു മിഡ് റേഞ്ച് വാല്യുവേഷൻ. മൊമെന്റം ക്ലിയർലി ബുള്ളിഷ്. സോ സ്റ്റോക്കിന്റെ പേര് EPL ലിമിറ്റഡ്. സെക്ടർ വരുന്നത് കൊമേഴ്സ്യൽ സർവീസസ് ആൻഡ് സപ്ലൈ. സോ EPL ലിമിറ്റഡിൽ കറന്റ് മാർക്കറ്റ് പ്രൈസ് 241.6. ഇന്ന് ഹ്യൂജ് വോളിയം ആയിരുന്നു. 1.2 million വോളിയം EPL ലിമിറ്റഡിൽ ഉണ്ടായിരുന്നു. സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. EPL ലിമിറ്റഡ്. EPL ലിമിറ്റഡ് ഡെയിലി ചാർട്ട്. EPL ലിമിറ്റഡ് ഒരു ലോങ് ടേം ട്രെൻഡ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം 2024, 2024 ഡിസംബർ സ്റ്റാർട്ട് ചെയ്തൊരു ട്രെൻഡ് ലൈൻ ആണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു ലോങ് ടൈം കൺസോളിഡേഷൻ. സോ ഈ ഒരു കൺസോളിഡേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലാണ്, ജൂലൈ 2025. സോ 1 year, 1 yearന്റെ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 241.6 ആണ്. സോ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ അല്ലെങ്കിൽ നാളത്തെ ഓപ്പണിംഗ് പ്രൈസിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. SL മെയിൻറ്റെയിൻ ചെയ്യുന്നത് 227 ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസ്. രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം, 254 and 265. 254 ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആൻഡ് 265 മീഡിയം ടൈം ടാർഗറ്റ് ആയിരിക്കും. സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാം. EPL ലിമിറ്റഡ്. കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. ഇൻട്രാഡേ പിക്സിലേക്ക് പോകാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. സോ ഓയിൽ ഇന്ത്യയുടെ 15 മിനിറ്റ് ചാർട്ട്. ഓയിൽ 15 മിനിറ്റ് ചാർട്ടിൽ ഈ ഒരു അസെൻഡിങ് ചാനലിലാണ് മൂവ് ചെയ്യുന്നത്. സോ 427 ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി, 4 points, 4 പോയിന്റ് ടാർഗറ്റ്. ഷോർട്ടിംഗ് 422 ആയിരിക്കും. 422 ബ്രേക്ക് ചെയ്താൽ 418 വരെ ആയിരിക്കും ഓയിൽ ഇന്ത്യയുടെ ടാർഗറ്റ്. PGEL ആണ്
PGEL. PGL 575 breakout level ആണ്. എക്സാക്ട്ലി ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിലാണ് സ്റ്റോക്ക് ഉള്ളത്. സോ 575.2 ബ്രേക്ക് ചെയ്താൽ 5 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 567 ആണ്. ഇൻ കേസ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ 567 ഷോർട്ടിംഗ് ലെവൽ ആയിരിക്കും. 5 പോയിന്റ്സിന്റെ ടാർഗറ്റ്. CG പവർ ആണ് അടുത്ത്. CG പവർ. സോ CG പവർ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. സോ ഗ്യാപ്പ് ഡൗണിന് ശേഷം 2 days ആയിട്ടൊരു റേഞ്ച് ബൗണ്ട് മൂവ് ആണ്. 927 ബ്രേക്ക് ചെയ്താൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 8 to 9 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് ലെവൽ 917 ആയിരിക്കും CG പവറിൽ. 8 to 9 പോയിന്റ്സ് ടാർഗറ്റ് ആണ്. നെക്സ്റ്റ് HDFC ബാങ്ക്. സോ HDFC ബാങ്ക് ഇന്നത്തെ ടോപ്പ് ഗെയിനർ ആയിരുന്നു. സോ സ്ട്രോങ് ക്വാർട്ടർലി റിസൾട്ട് HDFC ബാങ്ക്. ഹ്യൂജ് കൺസോളിഡേഷന് ശേഷം ഈ ഒരു റേഞ്ച് നോക്കിയാൽ അറിയാം. ഹ്യൂജ് കൺസോളിഡേഷൻ എന്നൊരു ബ്രേക്ക് ആണ് HDFC ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. 832.5 ആണ് ബ്രേക്ക്ഔട്ട് ലെവൽ. 832.5 ബ്രേക്ക് ചെയ്ത 8 പോയിന്റ്സിന്റെ ടാർഗറ്റ്. ഷോർട്ടിംഗ് 823 ബ്രേക്ക് ചെയ്താൽ ഒരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 8 പോയിന്റ് ടാർഗറ്റ് തന്നെയായിരിക്കും. PNB ഹൗസിംഗ്. PNB ഹൗസിംഗ് സെയിം ഒരു അസെൻഡിങ് ചാനൽ ഫോർമേഷൻ ആണ്. 1093 ബ്രേക്ക്ഔട്ട് ലെവലാണ്. 1093 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും ഇതിൽ. ഷോർട്ടിംഗ് ലെവൽ 1073 ആണ്. 1073 ബ്രേക്ക് ചെയ്താൽ സെയിം 10 പോയിന്റ്സിന്റെ ടാർഗറ്റ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ.